മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്തും സെക്സ് റാക്കറ്റും നടത്തിയ കേസിൽ മുഖ്യപ്രതി സിന്ധുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത സിന്ധുവിനെ ഇന്നലെ രാത്രിയോടെയാണ് കൊച്ചിയിൽ എത്തിച്ചത്. സെക്സ് റാക്കറ്റിന്റെ മാസ്റ്റർ ബ്രെയിൻ സിന്ധു ആണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. സിന്ധുവിന്റെ മകളുടെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുമായി ബന്ധമുള്ള സിനിമ സീരിയൽ താരങ്ങളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും തുടരുകയാണ്. നിതിൻ സേവ്യറുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. നിതിൻ, മാസ്റ്റർ ബ്രെയിനെ കണ്ടെത്തി, ഇനി കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളും, കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഇന്നലെ വൈകിട്ടാണ് സിന്ധുവിനെ മുംബൈയിൽ നിന്നും പിടികൂടി കൊച്ചിയിൽ എത്തിച്ചത്. ഇന്നലെ രാത്രി ഇവരെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇന്ന് രാവിലെ ഇവരുടെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും നിലവിൽ പിടികൂടിയിട്ടുള്ള 3 പ്രതികളെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ വാങ്ങുക. പോലീസ് നിലവിൽ 3 പ്രതികളെയാണ് ഈ കേസിൽ പിടികൂടിയിട്ടുള്ളത്. അലീനയെ മരടിൽ നിന്നും ഒപ്പം പൊന്നാനിയിൽ നിന്നും മഞ്ജിമയെ നേരത്തെ പിടികൂടിയിരുന്നു. അതിന് പിന്നാലെയാണ് സിന്ധുവിനെ കൂടെ ഇന്നലെ കേരളത്തിൽ എത്തിക്കുന്നത്. ഈ കേസിൽ കൂടുതൽ പ്രതികളുണ്ട് എന്നാണ് പോലീസിന്റെ നിലവിലെ നിഗമനം. ഒപ്പം തന്നെ ഇതിൽ മുഖ്യപ്രതിയായ സിന്ധുവിന്റെ മകളുടെ കമ്പനിയായ അലീസ എന്റർപ്രൈസസ് എന്ന ഇവന്റ് മാനേജ്മെന്റ് കമ്പനി വഴിയാണ് ഈ മനുഷ്യക്കടത്തും ഒപ്പം തന്നെ കൂട്ടബലാത്സംഗവും നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇവരെ വിദേശത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത് എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുമായി നിരവധി സിനിമ സീരിയൽ താരങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ തെളിവുകൾ പരാതിക്കാർ പോലീസിന് നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ സിനിമ സീരിയൽ താരങ്ങൾക്ക് ഈ മനുഷ്യക്കടത്തുമായി ബന്ധമുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയാൽ ഇവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. അതായത് ഒരു ഇടപാടിന് ഒരു പെൺകുട്ടിയെ ഒരു തവണ ഇത്തരത്തിൽ കൈമാറുമ്പോൾ 25,000 രൂപയാണ് ഇവർക്ക് ലഭിച്ചതെന്നും അതുപോലെ തന്നെ ഒരു ദിവസം തന്നെ ലക്ഷങ്ങളുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 50,000 രൂപ വരെ വാഗ്ദാനം ചെയ്താണ് ഈ പെൺകുട്ടികളെ മോഡലിംഗിനെന്ന് പറഞ്ഞ് വിദേശത്തേക്ക് കൊണ്ടുപോയിരുന്നത്. 57 ദിവസത്തെ വിസിറ്റിംഗ് വിസയായിരുന്നു ഇവർക്ക് നൽകിയിരുന്നത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ 3 പേർ മാത്രമായി ചേർന്ന് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്താനാവില്ല, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഇവർക്ക് 3 പേർക്കുമായി മാത്രം ചെയ്യാനാകില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ കൂടുതൽ പ്രതികളുണ്ട്, കൂടുതൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ ഇതിൽ കേസിൽ ഉണ്ട് എന്നാണ്, ബന്ധമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് അവരെ കണ്ടെത്താനായി പ്രതികളെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ മുഖ്യപ്രതികളിൽ ഒരാളായ അലീനയുടെ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു. അതിൽ പരാതിക്കാരെ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശമാണുള്ളത്. ആ സന്ദേശത്തിൽ അവർ നിങ്ങളെ വെറുതെ വിടില്ല എന്ന് പറയുന്നുണ്ട്. ഈ അവർ എന്ന് പറയുന്നത് ഗുണ്ടാ നേതാവായ ഔറംഗസേബ് ആണെന്നാണ് പോലീസ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഗുണ്ടാ നേതാക്കളുമായി അലീനയ്ക്ക് വളരെ അടുത്ത ബന്ധമുണ്ടെന്നും ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഒരു പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ച് കൂടുതൽ പ്രതികളെ കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് പോലീസ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ആദ്യ ഭാഗമായി പിടികൂടിയിട്ടുള്ള 3 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ച് ചോദ്യം ചെയ്യാനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. ശരി, ഓക്കെ, വ്യക്തമാണ്. നിതിൻ സേവ്യറാണ് വിശദാംശങ്ങൾ നൽകിയത്.